ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് റസോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മക്കൈൻ്റെ ആലൂ ടിക്കിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് മക്കൈൻ്റെ ആലൂ ടിക്കി. ആലു എന്ന് പറഞ്ഞ പൊട്ടറ്റോ ആണ്. 400 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. ഇത് നമ്മൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പം നമുക്ക് എപ്പോഴാണോ വറുക്കേണ്ടത് ആ സമയത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് നേരിട്ട് പാക്കറ്റ് പൊട്ടിച്ച് എണ്ണയിലോട്ട് ഇട്ട് വറുത്ത് കോരിയാൽ മതി. ഇതിനകത്ത് ഇപ്പോൾ ഈ വലുപ്പത്തിലുള്ള 11 ആലൂ ടിക്കി ഉണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഏത് എണ്ണ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യുകയോ ഷാലോ ഫ്രൈ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് നേരിട്ട് എണ്ണയിലോട്ട് ഇടുന്നത് കൊണ്ട് നമ്മുടെ കയ്യിലൊക്കെ എണ്ണ തെറിച്ചു വിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഹൈയിലോട്ട് വെച്ച് കൊടുക്കാം. ഏകദേശം 1.5 മുതൽ 2 മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് ആയി കിട്ടും. അപ്പോൾ 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാം തന്നെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. ഏകദേശം ഒരു 3 മുതൽ 4 മിനിറ്റ് മതിയാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുകയും ചെയ്യും ഇത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളിത് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.